ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു പാറ്റേൺ തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേണിൻ്റെ ബ്ലൂ പ്രിൻ്റ് വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ തയ്ക്കാനായിട്ട് നമ്മൾ എളുപ്പത്തിൽ എങ്ങനെ തയ്ക്കാം എന്നാണ് കാണിക്കുന്നത്. എങ്ങനെയാണ് പാറ്റേൺ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബഡ്ജറ്റഡ് സാരി നമ്മളൊരു കസ്റ്റമർ വന്ന് പറയുകയാണ്, ഇത്ര ബഡ്ജറ്റിൽ ഇവിടെയൊക്കെ ഡിസൈൻ ചെയ്യണം. അങ്ങനെ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മാക്സിമം ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ അവരുടെ എക്സ്പെക്റ്റേഷൻ ഫുൾഫിൽ ചെയ്യണം. അതുപോലെ തന്നെ ആ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുകയും വേണം. അപ്പോൾ എങ്ങനെയാണ് ഡിസൈൻ സെലക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈനാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ലേസി ഡേസി പലതരം സ്റ്റിച്ചസ്, ലേസി ഡേസിയുടെ വേരിയസ് വെറൈറ്റീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് അതുപോലെ തന്നെ ഒരു വെറൈറ്റിയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എല്ലാം ലീഫായാലും ഫ്ലവേഴ്സ് ആയാലും എല്ലാം ലേസി ഡേസിയാണ് തയ്ക്കുന്നത്. ഒരു ഇത്തിരി വേരിയേഷൻസ് കൊടുത്ത് നമ്മൾ വേറൊരു സ്റ്റിച്ചാക്കി മാറ്റുകയാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഒറ്റ അടിക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇത് ലേസി ഡേസിയാ എന്നുള്ളത്. ആ രീതിയിൽ നമ്മൾ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലീവ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റെം വഴി പോരാം. അപ്പോൾ ആദ്യം തന്നെ ലീവ്സ് തയ്ക്കാനായിട്ട് ഞങ്ങൾ ആങ്കർ കളർ കോഡ് 846ൻ്റെ 3 strands ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ ഈ ടിപ്പിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലീവ്സ് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലാണ് ലീവ്സ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് തയ്ച്ച് പോവുകയാണെങ്കിൽ ഇവിടുന്ന് പിന്നെ ഇതും തയ്ച്ചിട്ട് നേരെ ഇങ്ങനെ താഴത്തോട്ട് വരാം. പിന്നെ ഇവിടുന്ന് ജോയിൻ ചെയ്ത് ഇങ്ങോട്ടേക്കും പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കെട്ടിട്ടേച്ചാൽ മതി. അപ്പോൾ എന്തുകൊണ്ട് മാക്സിമം കെട്ടിടുന്നത് കുറയ്ക്കാമോ അത്രയും നല്ലത്. നമ്മുടെ സമയവും ലാഭമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നോക്കി വെച്ചാൽ മതി എങ്ങനെ തുടങ്ങണം. ഇത് ലേസി ഡേസി വെച്ചാൽ ചെയ്യണേ എന്ന് പറഞ്ഞു. ലേസി ഡേസി യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് ഈ സെയിം പോയിന്റിൽ നിന്ന് ഇങ്ങനെ എടുത്ത് തയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ മേളിൽ താത്തുവാണ്. അല്ലെങ്കിൽ ലേസി ഡേസി അല്ലെങ്കിൽ സിംഗിൾ ചെയിൻ എന്നും ചെയിൻ സ്റ്റിച്ചും എന്നും പറയാം. ഇതിപ്പം നമ്മൾ ഇങ്ങനെ ഈ സെയിം പോയിന്റിൽ നിന്ന് എടുക്കുന്നതിന് പകരം ഈ ഡയഗ്രാം വരച്ച പോലെ പാറ്റേൺ വരച്ച പോലെ തന്നെ ഇവിടെ നമ്മൾ വരച്ച എവിടെയാണോ അവിടെ തന്നെ നമ്മൾ താത്തിയിട്ട് ലേസി ചെയ്യുന്ന പോലെ മേളിലെടുത്ത് പൊക്കിയിട്ട് അവിടെ താത്തുന്നു. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പം അങ്ങനെയാണ് ഈ ലീവ്സ് നമ്മളിത് കണ്ടോ, ട്രയാങ്കിൾ ഷേപ്പ് കിട്ടി. ഇത് 6 ഇതിപ്പോൾ ഞാൻ 3 strands ആണ് തയ്ക്കുന്നത്. ഫ്ലവേഴ്സ് തയ്ക്കുന്നത് 6 strands വെച്ചിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കട്ടിയിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ ലീവ്സ് വേണമെന്നുണ്ടെങ്കിൽ 4 or 6 strands ഇട്ടാൽ വേണമെങ്കിലും തയ്ക്കാം. അതിൻ്റെ ആ ഒരു എടുപ്പ് കൂടുതൽ കിട്ടും. ഇതിപ്പോൾ ഒത്തിരി എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള കളർ ഞാൻ ഡാർക്ക് ഒലീവ് ഗ്രീൻ ആണ് ലെമൺ യെല്ലോ സാരിയിൽ തയ്ക്കുന്നത്. അപ്പോൾ അത്രയും 6 strandsഉം കൂടി ഇട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര തെറിച്ച് നിൽക്കും. ഫ്ലവറിനേക്കാളും കൂടുതൽ ലീഫ് തെറിച്ച് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഈ പാറ്റേൺ വരച്ചോരെ തന്നെ അതിൻ്റെ അടുപ്പിച്ച് നമുക്ക് ഈ ലേസി ഡേസി ഇങ്ങനെ തയ്ച്ച് നോക്കാം. അപ്പോൾ ആ ട്രയാങ്കിൾ ഷേപ്പ് ലീഫിൻ്റെ പാറ്റേണും കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ലേസി ഡേസിയും തയ്ച്ച് ഇങ്ങനെ എടുക്കാനും പറ്റും നമുക്ക്. അതല്ലെങ്കിൽ നമുക്ക് വെറുതെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ആണെങ്കിലും തയ്ച്ചാൽ മതി. ലേസി ഡേസി തന്നെ വേണമെന്നില്ല. സ്ട്രെയിറ്റ് സ്റ്റിച്ച് തയ്ച്ചാണെങ്കിൽ ഇത് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടുന്ന് നമ്മൾ സ്റ്റെം സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. ഞാനൊന്ന് മാറ്റി എൻ്റെ ഒരു വശത്തോട്ട് ഇത് പിടിക്കുകയാണ്. എന്നിട്ട് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുകയാണ്. എല്ലാം 3 strands ഇട്ടാണ് തയ്ക്കുന്നത്. സ്റ്റെം ആയാലും ലേസി ഡേസി ആയാലും. അതിപ്പോഴേ സ്റ്റെം സ്റ്റിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. നേരെ താഴത്തോട്ട് പോയിട്ട് ബാക്കിയുള്ള ലീവ്സ് എല്ലാം ഇതുവരെ തന്നെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്ച്ചെടുക്കാം. പക്ഷേ അതിൻ്റെ ഒരു തയ്ച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറൊന്നാണ്. സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചാണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റുന്ന സ്റ്റിച്ചാണ്. ഇതുപോലെ ബാക്കിയത്തെ ലീവ്സ് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലീവ്സ് എല്ലാം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലവറാണ്. ഫ്ലവർ ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ ലേസി ഡേസിയുടെ വേരിയേഷൻ ആണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവറാണ് തയ്ക്കാൻ പോകുന്നത്.
അപ്പോൾ ഈ ഒരു ഫ്ലവർ തയ്ക്കാനായിട്ട് നമുക്ക് നോക്കാം, ഇതെല്ലാം ഒരു ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ലീഫ് ഫ്ലവർ പെറ്റൽസാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹാഫ് വേന്നാണ് ഞാൻ തുടങ്ങുന്നത്. എന്തോരമാണ് ഹാഫോ അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ വേണമെങ്കിൽ കുത്തിയെടുത്തോ. ഞാനിപ്പോൾ ഹാഫ് വേന്നാണ് ഈ പെറ്റലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമ്മൾ എടുക്കുകയാണ്, എന്നിട്ട് ലേസി ഡേസി ചെയ്യുകയാണ്. ലേസി ഡേസി ചെയ്യുമ്പോൾ നമ്മൾ സെയിം പോയിന്റിൽ നിന്ന് തന്നെ എടുക്കുന്നു, മേളിൽ എടുക്കുന്നു, എന്നിട്ട് കുത്തിത്താത്തുന്നു. അങ്ങനെയല്ല ചെയ്യുന്നത്. അത് നമ്മൾ സാധാരണ ലേസി ഡേസി തയ്ക്കുന്ന മാതിരി തന്നെ നമ്മൾ ചെയ്തു പോവുകയാണ്. ഇവിടെ ലേസി ഡേസി നമ്മൾ തയ്ക്കുകയാണ് മേലത്തെ ആ ഒരു ലെയറിൽ. ഇത് 6 strands ഇട്ടിട്ടാണ് തയ്ക്കുന്നത്. ആങ്കറിൻ്റെ കളർ കോഡ് 27 ആണ്. പിങ്ക് ഷെയ്ഡാണ് ആങ്കർ കളർ കോഡ് 27. അപ്പം ഇത് ഇങ്ങനെ നമ്മൾ ലേസി ഡേസി മേലിൽ ഒരു 4 എണ്ണം തയ്ക്കേണ്ട വരും. ആ ഒരു പെറ്റിൽ ഫില്ലാവണമെങ്കിൽ 4 എണ്ണം നമുക്ക് തയ്ക്കണം. നല്ല തിക്കായിട്ട് തന്നെ തയ്ക്കുക കേട്ടോ. ഇപ്പം 4 പെറ്റിൽ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അപ്പം അത് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് നമ്മൾ ഫില്ല് ചെയ്തു. ഇനി ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ 4 പെറ്റിൽ ലേസി ഡേസി തയ്ച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബേസിൽ നിന്ന് നമ്മൾ ഉള്ളിൽ നിന്ന് എടുക്കുകയാണ്. ഇപ്പോൾ ലേസി ഡേസി തയ്ച്ച ഉള്ളിൽ നിന്ന് ഈ സെൻറ്റർ പോയിൻറ്റിലോട്ട് നമ്മൾ താഴ്ത്തുക. വെറുതെ സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് കേട്ടോ. ഇപ്പോൾ ലേസി ഡേസി തയ്ച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് താഴത്തോട്ട് നമ്മൾ സെൻറ്റർ പോയിൻറ്റിലോട്ട് ജോയിൻ ചെയ്യുകയാണ്. അത് കയറി ഇറങ്ങിയെല്ലാം നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു പെറ്റിൽ തയ്ച്ചെടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു പെറ്റിൽ. അപ്പോൾ നമുക്കിത് ഇവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഗ്യാപ്പ് നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു ലേസി ഡേസിയുടെ ഉള്ളിൽ നിന്ന് എടുക്കണ്ട, അല്ലാണ്ട് തന്നെ അതൊരു ഫില്ലിംഗ് പ്രോസസ്സായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇതുപോലെ എടുത്തിട്ട് ഈ സെൻറ്ററിലോട്ട് തന്നെ ചെയ്താൽ മതി. അപ്പോൾ അവിടെ ആ വിടവുള്ളത് ഒന്ന് മാറിപ്പോക്കോളും. ഓക്കെ. അപ്പോൾ ഇതുപോലെ ബാക്കിയത്തെ പെറ്റൽസ് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം ഇതിൻ്റെ. അപ്പോൾ ഒരു ഫ്ലവറായി നടുക്കൊരു ബീഡും വെച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ചെയ്ത് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ സാരിയിൽ കാണാവുന്ന ലുക്ക് എല്ലാം കൂടെ ചെയ്ത് വരുമ്പോൾ അതൊരു വേറെ ലുക്ക് തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ലേസി ഡേസി വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈനും സ്റ്റിച്ച് ചെയ്ത് ഒരു ഫ്ലവർ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു മീഡിയം സൈസ് ബീഡാണ് വെക്കുന്നത് ഇങ്ങനെ. അപ്പോൾ കണ്ടോ, ഈ ഒരു ബീഡ് വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റോൺ വയ്ക്കുമ്പോഴേ നടുക്ക് ആ ഒരു പ്രൊജക്ഷനും കൂടെ വന്നപ്പോഴേ ഫ്ലവർ പാറ്റേണിൻ്റെ ലുക്ക് തന്നെ മാറി അല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു ഡിസൈനിങ് പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്ത് തീർക്കാം. വിത്തിൻ 1 hour ഒന്ന് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ 1 hourൽ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റിയൊരു ഡിസൈനിങ് ആണിത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു സാരി ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അധികം റേറ്റും നമ്മൾക്ക് ചാർജ് ചെയ്യേണ്ട വരത്തില്ല. അപ്പം അതുപോലെ നമുക്ക് ഇങ്ങനെ കസ്റ്റമേഴ്സൊക്കെ ഓരോരോ ബജറ്റ് പറയുമ്പം എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, ഏത് പാറ്റേൺ എടുക്കണം എന്നൊക്കെയുള്ളത് നമ്മളൊന്ന് കൃത്യമായിട്ട് നോക്കിയാൽ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുവാണെങ്കിൽ എന്തൊക്കെയാണ്. ഇതാണ് നമ്മുടെ ലെമൺ യെല്ലോ ചെക്കോട്ട സാരിയാണ്. അതിൻ്റെ മുന്താണിയിൽ ഇതുപോലത്തെ ഒരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിൽ വീണ്ടും ഇതുപോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ വന്നിട്ട് 3 ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ മാതിരി. ഇവിടെ 1, 2, 3 അങ്ങനെ 3 ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ നമ്മൾ ഷോൾഡർ പ്ലീറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇത് വളരെ ബഡ്ജറ്റഡ് ആയിട്ടുള്ളൊരു സാരിയാണ്. ഇതിൻ്റെ അകത്ത് മുന്താണിയിൽ ഒരെണ്ണം റണ്ണിങ് പോർഷനിൽ ഇവിടെ വരുന്നത് റണ്ണിങ് പോർഷനിൽ ഒരെണ്ണം, പിന്നെ ഈ ഇതുവരെ 3 ഷോൾഡർ പ്ലീറ്റിലും. ഇത്രയാണ് ഈ സാരിയുടെ ഡിസൈനിങ് വരുന്നത്. ഇത് ബഡ്ജറ്റഡ് സാരീസാണ്, 1000 റുപ്പീസിൻ്റെ സാരിയാണ്. ഇത്രയും ഡിസൈൻസാണ് വരുന്നുള്ളൂ. അപ്പം ഇതുപോലെ ബഡ്ജറ്റിൽ നമുക്ക് ഒതുങ്ങുന്ന സാരീസ് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പാറ്റേൺസ് എളുപ്പത്തിൽ തയ്ച്ച് തീർക്കാൻ പറ്റിയ പാറ്റേൺസ് എടുക്കുമായിരിക്കും നല്ലത്. കുറച്ചും കൂടെ പ്രൊജക്ഷനായിട്ട് നിൽക്കുകയും ചെയ്യും, കുഞ്ഞിതായിട്ട് സ്കാറ്റർ ചെയ്ത് നമുക്ക് തയ്ക്കുകയും ചെയ്യാം വലിയ പാറ്റേൺ എടുക്കുന്നേക്കാളും. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.